Assalamu alaikum warahmatullahi wabarakatuh. ക്വിക്ക് അറബിക് ഫോർ ഫോറിൻ ലാംഗ്വേജ് ബിഗിനേഴ്സിന്റെ 31ാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് അറബി ഭാഷയിൽ ബയോഡാറ്റ എങ്ങനെ നിർമ്മിക്കാം എന്നതാണ്. ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, CV എന്ന അതിനെ സാധാരണ എങ്ങനെയാണ് പറയാറ്, CV കരിക്കുലം മീറ്റ, അല്ലെങ്കിൽ അതിനെ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ബയോഡാറ്റ എന്ന് പറയും, CV എന്ന് പറയും, കരിക്കുലം മീറ്റ എന്നൊക്കെ പറയും. ഇങ്ങനെയാണ് അതിന് അറബിയിൽ പറയുന്നത് അസ്സീറത്തു ദാത്തിയ എന്നതാണ്. അസ്സീറത്തു ദാത്തിയ ബയോഡാറ്റ. ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നാം ഒരു CV തയ്യാറാക്കുക എന്നത് നമ്മുടെ ഏതൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഗൾഫ് നാടുകളിൽ, ഖത്തർ, UAE പോലെയുള്ള, കുവൈത്ത് പോലെയുള്ള ഗൾഫ് നാടുകളിലൊക്കെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നാം കൂടുതലായും ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് CVകളാണ് ഉപയോഗിക്കുന്നുള്ളത് കൂടുതലായും. അപ്പോൾ അറബിക് CV മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും ജോബ് ഓഫർ വരാറുണ്ട് പല ആളുകൾക്കും. ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അറബി വായിക്കാൻ വേണ്ടി, അറബി അറിയുന്ന അല്ലെങ്കിൽ അവിടുത്തെ അറബികളായതുകൊണ്ട് അവർക്ക് അറബിയിൽ തന്നെ CV വേണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാകുമ്പോൾ അറബിക് CV തയ്യാറാക്കൽ വളരെ അത്യാവശ്യമായി വരുന്നു. ഞാൻ ഖത്തറിലുണ്ടാകുമ്പോൾ പല സുഹൃത്തുക്കളും വളരെ നിർബന്ധിതമായി തന്നെ അറബിക് CV തന്നെ വേണമെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചവരുണ്ട്. ഇവിടെ കാണിക്കുന്നുള്ളത് ഒരു വ്യക്തിയുടെ അറബിക് CV ആണ്. ഇത് ഞാൻ തയ്യാറാക്കി കൊടുത്തതായിരുന്നു ഒരു 2 വർഷം മുമ്പ്. ഇത് അബ്ദുള്ള നസറുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു CV ആണ്. അദ്ദേഹം സുഡാനിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ CV ഞാൻ തയ്യാറാക്കി കൊടുത്ത ഒരു CV ആണ്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നാം പരിശോധിക്കുന്നുള്ളത്. ഇതിലെ ആദ്യ ഭാഗം മുതൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഒന്നാമതായി എന്താണ് വേണ്ടത്, അതിനുശേഷം എന്താണ് വേണ്ടത് എന്ന് ഓർഡർ പ്രകാരം തന്നെ അതിൻ്റെ ഹെഡ്ലൈൻസും അതുപോലെ അതിൻ്റെ അണ്ടറിൽ നാം പ്രധാനമായി ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളും നമുക്കിതിൽ പഠിക്കാവുന്നതാണ്. ഈ പേജിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം അസ്സീറത്തു ദാത്തിയ. സീറത്തു ദാത്തിയ എന്ന് പറഞ്ഞാൽ ബയോഡാറ്റ അല്ലെങ്കിൽ CV കരിക്കുലം ബീറ്റ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമതായി, അതായത് ആദ്യത്തെ ഹെഡ്ലൈനായി കൊടുക്കേണ്ടത് തൊലബ് വളീഫ എന്നതാണ്. തൊലബ് വളീഫ, ജോബ് ആപ്ലിക്കേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ തൊലബ് വളീഫ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്, നാം ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമായി പറയുന്നൊരു കാര്യമാണ് അൽ ഹദഫ് അല്ലെങ്കിൽ ലക്ഷ്യം, തൊലബ് വളീഫ, ജോബ് ആപ്ലിക്കേഷൻ എന്നതൊക്കെ. അൽ ഹദഫ് എന്നും പറയാറുണ്ട് പല ഇടത്തും, പല CVയിലും. അല്ലെങ്കിൽ തൊലബ് വളീഫ എന്ന് തന്നെ അവിടെ എഴുതാം. ലക്ഷ്യം എന്താണെന്നാണ് അതിൽ ആദ്യം പറയുന്നുള്ളത്. അതായത് ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ ഇന്ന ഒരു ജോബ് ഓപ്ഷൻ ഉദ്ദേശിക്കുന്നുണ്ട്, കമ്പനിക്കും എനിക്കും ഉപകാരപ്രദമായ രീതിയിൽ എനിക്ക് സ്യൂട്ടബിളായ ആ ജോബ് ഓപ്ഷൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ഒരു അപ്രൂവൽ നൽകുക നൽകണേ എന്നൊരു റിക്വസ്റ്റും കൂടി അതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അതിൽ പലപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് എനിക്ക് നിങ്ങൾ നൽകുക എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന പൊസിഷനിലാണ് ഞാനിങ്ങനെ ജോബ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രത്യേകം ഒരു പൊസിഷൻ എടുത്ത് പറയാറുമുണ്ട്. അത് ഏത് നിലക്കുമാണെങ്കിലും അതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അപ്പോഴൊരു ചോദ്യമുണ്ട്, ഉസ്താദെ, ഇവിടെ അറബിയിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത്. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. സാധാരണയായി നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ ആദ്യം ഇംഗ്ലീഷിൽ ഇത് തയ്യാറാക്കുക. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയതിന് ശേഷം അതിനെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ മുഖേന ട്രാൻസ്ലേറ്റ് ചെയ്യുക, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ചില പദപ്രയോഗങ്ങളിൽ തെറ്റുകൾ, വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അറബി അറിയുന്ന ഒരു വ്യക്തിക്ക് അതിനെ കാണിച്ചു കൊടുത്ത് ഒന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഹദഫ് എന്ന ആ ഒബ്ജക്റ്റീവ് എന്ന ഒരു ഭാഗത്ത്, ഈ ജോബ് ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് അതിനെ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ആ രീതിയിൽ നമുക്കങ്ങനെ അത് ഫിൽ ഔട്ട് ചെയ്യാം. ഇവിടെ കാണുന്ന ആ ഒരു ചിത്രം നോക്കുക. അതിൽ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അടിച്ചു, എന്നിട്ട് അത് സെലക്ട് ചെയ്തു. അതിൻ്റെ ലാംഗ്വേജ് ശരിയാക്കി ആദ്യം ഇംഗ്ലീഷ് ടു അറബിക് ചെയ്തു. ശേഷം എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ എന്ന് എഴുതി വെച്ചു. സമ്മർദ്ദ വേളയിലും നന്നായി ജോലി ചെയ്യാനുള്ള ഒരു കഴിവ് എന്നാണ് അതിനർത്ഥം. അൽ ഖുദ്റ അലൽ അമൽ തഹ്ത അൽ ലഗ്ത്
എന്നാണ് ഇതിൻ്റെ അറബി വന്നത്. അത് കറക്റ്റ് തന്നെയാണ്. അതുപോലെ അത് അറിയുന്നവരെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഹെഡ്ലൈനൊക്കെ അതിനോട് ഓർഡർ ചെയ്താൽ അറബിക് CV തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ചിത്രത്തിലേക്ക് തന്നെ പോകാം. അവിടെ ഒന്നാമത്തെ ഹെഡ്ലൈനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ രണ്ടാമത്തെ ഹെഡ്ലൈൻ തഫാസീലുൽ ബയാനാത്ത് ഷഖ്സിയ്യ, തഫാസീൽ അൽ ബയാനാത്ത് അഷ്ഷഖ്സിയ്യ. ഇതിന് സൈഡ് ഹെഡ്ലൈൻ എന്ന് പറയാം. ഓക്കെ, ഇത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം നമ്മുടെ ബയാനാത്ത് ഷഖ്സിയ്യ പേഴ്സണൽ ഡാറ്റാസാണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളത്. പേഴ്സണൽ ഡീറ്റെയിൽസ്, തഫാസീലുൽ ബയാനാത്ത് അഷ്ഷഖ്സിയ്യ, പേഴ്സണൽ ഡീറ്റെയിൽസ്. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് പറയുമ്പോൾ അതിൽ പേര് വേണം, അതുപോലെ നമ്മുടെ നാഷണാലിറ്റി വേണം, അതുപോലെ മാരിറ്റൽ സ്റ്റാറ്റസ്, അഡ്രസ്, അത് ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നമ്മുടെ ID നമ്പർ, അതുപോലെ ഫോൺ നമ്പർ, ഇമെയിൽ തുടങ്ങിയ അതുപോലെയുള്ള നമ്മുടെ വാട്സപ്പ് നമ്പർ ആണെങ്കിലും അതൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ, വേറെ എന്തെങ്കിലും ലൈസൻസ് നമ്പർ ഉണ്ടെങ്കിൽ അതാണ്, അതുപോലെ അതിൻ്റെ പാസ്പോർട്ട് നമ്പർ ഉണ്ടെങ്കിൽ അവിടെ അത്, അതുപോലെ വേറെ എന്താണ് ഏതൊരു വ്യക്തിയുടെയും ഡീറ്റെയിൽസ് ഉള്ളത് അതൊക്കെ തന്നെ പേഴ്സണലായി ഉൾക്കൊള്ളിക്കാനുള്ള ധാരാളം ഡീറ്റെയിൽസ് നമുക്കതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. നമുക്കത് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. തഫാസിലുൽ ബയാനാത്തു ഷഖ്സിയ്യ, പേഴ്സണൽ ഡീറ്റെയിൽസ്. അൽ ഇസ്മ, നെയിം. ഓക്കെ, അൽ ജിൻസിയ്യ, നാഷണാലിറ്റി, നമ്മുടെ രാജ്യം ഏതാണെന്നാണ്. അൽ ഹാലത്തുൽ ഇജ്തിമാഇയ്യ, മാരിറ്റൽ സ്റ്റാറ്റസ്, മാരിറ്റൽ സ്റ്റാറ്റസ്. അൽ ഉൻവാൻ, അഡ്രസ്. അതുപോലെ താരിഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്. റഖമുൽ ബത്താഖ അഷ്ഷഖ്സിയ്യ, പേഴ്സണൽ ID നമ്പർ. റഖമുൽ ഹാത്തിഫ്, ഫോൺ നമ്പർ. അൽ ബരീദുൽ ഇലക്ട്രോനി, അൽ ബരീദ് അൽ ഇലക്ട്രോനി, ഇമെയിൽ. ഓക്കെ, ഇവ അത്യാവശ്യമായി വേണ്ട കാര്യമാണ്. അതുപോലെ ഇതോടൊപ്പം ലൈസൻസ് ഉണ്ടെങ്കിൽ ലൈസൻസ് നമ്പർ, റഖമു റുഖ്സ ഖിയാദ, അതുപോലെ എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ താരിഖുൽ ഇന്തിഹാ എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ആ CV-യുടെ ആ പേജ് തന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ തഫാസിലുൽ ബയാനാത്തു ഷഖ്സിയ്യ കഴിഞ്ഞു. അടുത്തതായി അൽ മുഅഹലാത്തുൽ ഇൽമിയ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് അൽ മുഅഹലാത്തുൽ ഇൽമിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. അതുപോലെ അടുത്തതായി വേണ്ടത് അൽ ഖുബ്റാത്തുൽ അമലിയ, അൽ ഖുബ്റാത്തുൽ അമലിയ, അതായത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസസ് ആണ്, വർക്ക് എക്സ്പീരിയൻസസ് ആണ് ഉദ്ദേശിക്കുന്നുള്ളത്. നമ്മുടെ ജോലി, നമ്മുടെ പഴയ പരിചയം, എക്സ്പീരിയൻസ്, എവിടെയൊക്കെ എത്ര കാലം ജോലി ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ അതിൻ്റെ അണ്ടറിൽ വരുന്ന അറബിയൊക്കെ നമുക്ക് ഇംഗ്ലീഷിനെ അറബിയിലേക്ക് ആദ്യം ഇംഗ്ലീഷിൽ ഉണ്ടാക്കുക, എന്നിട്ട് അറബിയിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അണ്ടറിലേക്ക് അതിനെ പേസ്റ്റ് ചെയ്യുക, അതിനെ ഉൾക്കൊള്ളിക്കുക. ഓക്കെ, അൽ ഖുദ്റാത്ത് എന്നതാണ് അടുത്തതായി വരുന്ന ഹെഡ്ലൈന്. അൽ ഖുദ്റാത്ത് എന്ന് പറയുമ്പോൾ കഴിവുകൾ, നമ്മുടെ സ്കിൽസ് ആണ് ഉദ്ദേശിക്കുന്നുള്ളത്. അതവിടെ കണ്ടില്ലേ, അൽ ഖുദ്റ അൽ അമലി തഹ്ത അല്ലാഹ്, എബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ. അതുപോലെ ധാരാളം വേറെ കുറേ കഴിവുകൾ അവിടെയുണ്ട്. അത്തരം സ്കിൽസാണ് ഉദ്ദേശിക്കുന്നുള്ളത്, പേഴ്സണൽ സ്കിൽസാണ് ഉദ്ദേശിക്കുന്നുള്ളത്. മൊത്തത്തിലുള്ള കഴിവുകളും അതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്, നോ പ്രോബ്ലം. ശേഷം ലാസ്റ്റായി വരുന്നത് അൽ ലുഗാത്ത്, അടുത്തതായി വരുന്നത് അൽ ലുഗാത്ത്, നമ്മുടെ ഭാഷാ പരിജ്ഞാനം, ഏതൊക്കെ ഭാഷ അറിയാമെന്നത് അറിയണ്ടേ, അത് സ്പെഷ്യലായി ഉൾക്കൊള്ളിക്കണം. കാരണം നമ്മുടെ കമ്പനിയുടെ അണ്ടറിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് ഏതൊക്കെ ഭാഷ അറിയും എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ആർക്ക് വേണം, മാനേജേഴ്സിനൊക്കെ വേണം. അതുകൊണ്ടാണ് ഭാഷ പ്രത്യേകം അവിടെ ഉൾക്കൊള്ളിക്കണം CV-യിൽ. അൽ ലുഗാത്ത്, ലാംഗ്വേജസ്. ഒന്നും കൂടി പറയാം, അൽ ബയാനാത്തു ഷഖ്സിയ്യ, പേഴ്സണൽ ഡീറ്റെയിൽസ്. അതുപോലെ അൽ മുഅഹലാത്തുൽ ഇൽമിയ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. അതേപോലെ തന്നെ അൽ ഖുബ്റാത്തുൽ അമലിയ, വർക്ക് എക്സ്പീരിയൻസസ്, നമ്മുടെ ജോലി എക്സ്പീരിയൻസസ്. അതുപോലെ അൽ ഖുദ്റാത്ത്, സ്കിൽസ്, നമ്മുടെ കഴിവുകളൊക്കെ വേണം. അവസാനമായി വേണ്ടത് അൽ ഏലാൻ, ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ അതായത് CV-യുടെ ഇതുവരെ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ ഡിക്ലറേഷൻ. നാം അതിനെ ഡിക്ലെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പിക്ചർ നോക്കുക, അത് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്തതാണ് ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ. ദി അബവ് മെൻഷൻഡ് ഡീറ്റെയിൽസ് ആർ ട്രൂ ആൻഡ് കറക്റ്റ് ഇൻ മൈ ബിലീഫ്. അത്തഫാസീലുൽ മദ്കൂറ അഅലാഹു ഹഖ്ഖുൻ വസഹീഹത്തുൻ ഫി ഇഅ്തിഖാദി എന്നാണ് ഇവിടെ പറയുന്നുള്ളത്. അതായത് മേൽ പറഞ്ഞ CV-യിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും
എൻ്റെ വിശ്വാസമനുസരിച്ച് ശരിയും വ്യക്തവുമാണ് എന്നാണ് ഇതിലൂടെ പറയുന്നുള്ളത്. ഇതോടുകൂടി ഒരു CV കംപ്ലീറ്റ് ആവുന്നു. ഇങ്ങനെയാണ് CV തയ്യാറാക്കേണ്ടത്. ഇതിലുള്ള ഹെഡ്ലൈൻ്റെ ഓരോ ഓർഡറും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു CV എക്സാമ്പിൾ കാണിച്ചിട്ടുമുണ്ട്. അത് പോസ്റ്റ് ചെയ്ത് വീണ്ടും എഴുതിയിട്ടൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അതിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇതുവരെ വീഡിയോ കണ്ട് സഹകരിച്ച പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കൾ, സ്നേഹജനങ്ങൾ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ധാരാളം വിഷയങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങൾ ഈ വീഡിയോ അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനാബിൾ ചെയ്യുക. കൂടാതെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്തു കൊടുക്കുക. അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് വലുതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല സബ്ജക്റ്റുമായി നമുക്ക് നല്ല നല്ല വീഡിയോകൾ കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.